അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, ഇന്നലെ നമ്മൾ കണ്ടല്ലോ, നവകേരള സർവേ. ഈ സംസ്ഥാന സർക്കാരിന് സ്കൂൾ നന്നാക്കാൻ കാശില്ല, ആശുപത്രിയിലും ഡോക്ടറിന് കൊടുക്കാൻ കാശില്ല, കർഷകർക്ക് കൊടുക്കാൻ കാശില്ല. പക്ഷേ ജനങ്ങളുടെ 20 കോടി രൂപ എടുത്ത് ഒരു നവകേരള സർവേ അവരുടെ ഇലക്ഷന് വേണ്ടി ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. അത് ഇന്നലെ ഹൈക്കോർട്ട് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഇത് ജനങ്ങളുടെ കാശാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് അറിയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ഇതുവരെ ചെലവാക്കിയ കാശ് CPM മടക്കി ട്രഷറിയിൽ കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ്. അതുമാത്രമല്ല, ഈ KSEBിൻ്റെ ബില്ലിലും അവരുടെ ഒരു പ്രചരണം നടത്തുന്ന കാര്യം ഞാൻ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതും അവരുടെ ഒരു തന്ത്രമാണ്, അതും ചെയ്യാൻ പാടില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു മിസ്യൂസാണ് CPM ചെയ്യുന്നത്. 10 കൊല്ലം ഭരിച്ച് നാടിനെ നശിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിപ്പിച്ച് ഈ CPM ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശകലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഇത് എൻ്റെ ഡയലോഗല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവാകുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, സർക്കാരിലിരിക്കുമ്പോൾ പ്രതിബദ്ധതയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം സർക്കാർ. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം, പുറത്തു പോകണം. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്നലെ കണ്ടല്ലോ, തന്ത്രീനെ കോർട്ട് ബെയില് സമ്മതിച്ചു. അത് മാത്രമല്ല, പ്രൈമ ഫേസി ഒരു കേസ് ഇല്ല എന്ന് കോർട്ട് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും, നവകേരള സർവേനെ കുറിച്ചും ശബരിമല കൊള്ളയെ കുറിച്ച് ഞാൻ ഒക്ടോബർ 3-ാം തീയതി പ്രസ് കോൺഫറൻസിൽ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് അന്ന്, ഇവർ ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളെ പൊട്ടന്മാരാക്കി വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം, ഈ ശബരിമല കൊള്ളതിൻ്റെ പിന്നിൽ ആരാണ്, അത് ഒളിപ്പിക്കാൻ ഇവരെ തന്ത്രങ്ങൾ ചെയ്യും എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അതാണ് ഇന്ന് കൃത്യമായി സത്യമായി മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, സോണിയാഗാന്ധി വീട്ടിൽ കയറി ഇറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം മന്ത്രി വാസവനും കടകംപള്ളി സുരേന്ദ്രൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിന് ബെയില് കിട്ടുന്നു. എന്തുകൊണ്ട് SIT കേസ് കൃത്യമായി ഉണ്ടാക്കുന്നില്ല? തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, ശ്രദ്ധ തിരിക്കാൻ. കോർട്ട് പറയുന്നു തന്ത്രിൻ്റെ എതിരെ ഒരു പ്രൈമ ഫേസി കേസില്ല. പിന്നെ ഇന്ന് 4-5 മാസം കഴിഞ്ഞിട്ട് ജനങ്ങളോട് എന്താണ് ഈ സർക്കാർ പറയുന്നത്? ഈ 4.5 കിലോ സ്വർണം, അതിൻ്റെ കൊള്ളേൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന് ഇന്നും ഈ സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും തെളിവ് മുമ്പോട്ട് വച്ചിട്ടുണ്ടോ? ഇല്ല. ഒക്ടോബർ 3-ാം തീയതി പ്രസ് കോൺഫറൻസിൽ ഞാൻ അന്ന് പറഞ്ഞു, ഇവർ ഇത് ഒളിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടല്ലേ 4 ദിവസം മുമ്പേ ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ് ശബരിമല കഴിഞ്ഞു, ഇഷ്യൂ കഴിഞ്ഞു. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ഇത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ തന്ത്രങ്ങൾ, ജനങ്ങളെ വെട്ടിയാക്കുന്ന തന്ത്രങ്ങൾ, ഇത് ഒളിച്ചു വയ്ക്കാനുള്ള തന്ത്രങ്ങൾ നടക്കില്ല. ഇതിൻ്റെ പിന്നിൽ BJP NDA ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ തെറ്റ് ചെയ്ത ആൾക്കാർ മന്ത്രിയാണോ ഓഫീസർമാരാണോ, ഇവരെല്ലാം ജയിലിൽ അയക്കും എന്ന് ഞങ്ങളുടെ ഒരു ഉറപ്പാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു
ഒരു വെല്ലുവിളി, ഒരു ചാലഞ്ചായിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഈ കൊള്ള, ശബരിമല കൊള്ള, നിങ്ങൾക്കൊരു സിൻസിയറായിട്ട് ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായി സിൻസിയറായിട്ട് നിങ്ങൾക്ക് ഇതിന് പിന്നിൽ ആരാണ്, ആര് ചെയ്തു ഈ തെറ്റ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ CBI അന്വേഷണം CM ഡിമാൻഡ് ചെയ്യണം, ചീഫ് മിനിസ്റ്റർ ഡിമാൻഡ് ചെയ്യണം. എന്തുകൊണ്ട് CBI ഇതുവരെ SIT ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ? ഇത് ഒരു മൾട്ടി ജൂറിസ്ഡിക്ഷണൽ ക്രൈം അല്ലേ? തമിഴ്നാട്ടിൽ ഇൻവോൾവ് ആണ്, കർണാടക ഇൻവോൾവ് ആണ്, കേരളത്തിൽ ഇൻവോൾവ് ആണ്. അതെങ്ങനെയാണ് കേരള പോലീസ് അത് അന്വേഷിക്കാൻ പോകുന്നത്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇന്ന് വരെ മുഖ്യമന്ത്രി CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നും അദ്ദേഹത്തോട് ഏറെ ബഹുമാനത്തോട് പറയുന്നു, ഇത് ഒരു സാധാരണ കൊള്ളയല്ല, ഇത് എക്സാലോജിക് പോലൊരു കൊള്ളയല്ല. ഇത് എത്രയോ ലക്ഷങ്ങൾ വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഒരു കൊള്ളയാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് താങ്കളുടെ ഉത്തരവാദിത്വമാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി സോൺ ചീഫ് മിനിസ്റ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഒളിച്ചു വെക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നും ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, CBI ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ ആവശ്യപ്പെടും. CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ, അവരെ ജയിലയക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് പറയാനായി, ഇത് എനിക്ക് പറയാൻ തന്നെ ഒരു വിഷമം. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെല്ലാം സമരത്തിൽ പോകുന്നു. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ പാർട്ടിയാണ് ഇന്ന് ഭരിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്നത്. ഇന്ന് ആ സർക്കാർ പറയുന്നത് എന്താണ്? ഒരുമിച്ച് തുടരാം. എന്ത് തുടരാം? അഴിമതിയോ, ശബരിമല കൊള്ളയോ, ഡോക്ടർമാരെ ദ്രോഹിക്കുകയോ, കർഷകർക്ക് കാശ് കിട്ടാത്തൊരു സ്ഥിതി തുടരാമെന്നോ? എന്താണ് തുടരാമെന്ന് പറയുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ ഓരോരോ ഫെയിലിയർ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഭരിച്ച ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഒരു റിപ്പോർട്ട് കാർഡ് മുമ്പിൽ വയ്ക്കുക, ഞങ്ങൾ ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം ശരിയാക്കി, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു. ഇന്ന് അതല്ല കാണുന്നത്. ഓരോരോ മേഖലയിൽ, അത് വിദ്യാഭ്യാസമാണോ, കർഷക മേഖലയാണോ, മത്സ്യത്തൊഴിലാളി മേഖലയാണോ, ഇന്നിപ്പോൾ ഡോക്ടർമാർ സമരം, കുറച്ച് ദിവസം മുമ്പേ നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം കണ്ടു. ഒരു ടോട്ടൽ 100% ഫെയിലിയർ ആയ സർക്കാരാണ് കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഭരിച്ച് 22 ലക്ഷം കോടി ചെലവാക്കിയ സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോണം. ഇനി നാടിനെ ദ്രോഹിക്കരുത്, മതിയായി. ഡോക്ടർമാരും ഇന്ന് സമരം ചെയ്യുമ്പോൾ, ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഹെൽത്തും ക്ഷേമത്തിൻ്റെ ഏറ്റവും ഒരു ബാക്ക് ബോണായ ഒരു മേഖലയാണ്, ഒരു ഗ്രൂപ്പാണ്. അവരും സമരം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു, ഫോഴ്സ് ചെയ്യുന്നു. അതാണ് സ്ഥിതി. 10 കൊല്ലം ഭരിച്ചു, 22 ലക്ഷം കോടി ചെലവാക്കി, എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് 10 കൊല്ലം ഭരിച്ചു. എന്നിട്ട് ഇതാണ് സ്ഥിതി. പോവാൻ സമയമായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് കോൺട്രിബ്യൂഷൻ? ബാറിൻ്റെ സമയങ്ങൾ വർദ്ധിക്കുക. ഇനിയിപ്പോൾ എന്താ 24 മണിക്കൂർ ബാർ നടക്കണമെന്നാണോ ഒരു വലിയ അച്ചീവ്മെൻ്റ് ഈ സർക്കാരിൻ്റെ? നശിച്ചു പോയ ഇക്കോണമി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായ സംസ്ഥാന സർക്കാരാണ്. ഇനി ബാർ കൂടുതൽ മണിക്കൂർ നടന്നാൽ ജനങ്ങളത് വാങ്ങിച്ച് കുടിച്ച് അതിൻ്റെ ഒരു എക്സൈസ് റവന്യൂ കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ജീവിക്കുന്ന ഒരു സ്ഥിതിയിൽ കൊണ്ടുവച്ചിരിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, കൂടുതൽ പറയുന്നില്ല. ഇതൊരു എന്താ പറയുക, എനിക്ക് തന്നെ ഒരു മലയാളിയായ ഞാനും എത്രയോ പേര് ഇത് കാണുമ്പോൾ വളരെ സങ്കടം. എല്ലാം ശരിയാവും എന്നാണ് പറഞ്ഞത് 10 കൊല്ലം മുമ്പേ, ഒന്നും ശരിയായില്ല. ഇന്ന് ബാർ വഴി ആണ്
ഈ സർക്കാർ കാശുണ്ടാക്കുന്നത്. അവസാനം ലവ് ജിഹാദിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 കൊല്ലം ഒരു സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടി എത്രയോ നാടിൻ്റെ എതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഹമാസിനെ വിളിച്ച് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യുക, അതുപോലെ തന്നെ മൂക്കിന് മുമ്പിൽ നടക്കുന്ന ലവ് ജിഹാദ്, ഇത് എല്ലാവർക്കും അറിയാം, ഇത് നടക്കുന്ന കാര്യമാണെന്ന്. അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാണ്ട് ഒരു മൗനമായിട്ട് ഇരിക്കുക. ഇതെല്ലാം അപകടമായ കാര്യങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നായി തുടരാമെന്ന് പറയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: CPM-ൻ്റെ സർക്കാർ പുറത്തു പോവാൻ സമയമായി. കോൺഗ്രസിൻ്റെ ഒപ്പം എനിക്ക് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒരു കാര്യത്തിലും ഇല്ല. പക്ഷേ കടക്ക് പുറത്ത് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നു. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം ഞങ്ങൾ പറയുന്നതും ജനങ്ങൾ പറയുന്നതും രണ്ടുപേരും കടക്ക് പുറത്ത്. ഇനി വരേണ്ടത് ഒരു കേരളം, വളരുന്ന കേരളം, ഒരു വികസനം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസനം സൃഷ്ടിക്കുന്ന ഒരു കേരളം, നല്ലൊരു ഭരണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം ആണ് ജനങ്ങളുടെ ആവശ്യം. ഇത് പറഞ്ഞ് വാക്ക് നിർത്തുന്നു. നമസ്കാരം, നന്ദി. ഈ ഒന്നാമത്തെ കാര്യം, ഈ ശബരിമലയിലെ CBI അന്വേഷണത്തിന്റെ ഒരു ആവശ്യം മുൻനിർത്തിയത്, അതിലിപ്പോൾ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ ED അന്വേഷണത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ CBI അന്വേഷണം വേണമെന്ന് ഇത്ര ഷാഠ്യം പിടിക്കുന്നത്? അല്ല, ഈ ഷാഠ്യമല്ല, ഇത് ഷാഠ്യമൊന്നുമല്ല. ഇത് ഞങ്ങളൊരു ആവശ്യം ഒക്ടോബർ 3-ാം തീയതി 2025 മുതൽ പറയുന്ന കാര്യമാണ്. ED ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് മണി ലോണ്ടറിംഗ് ആണ്. ED-ൻ്റെ ഫോക്കസ് ഏരിയ മണി ലോണ്ടറിംഗ് ആണ്. ക്രിമിനൽ കോൺസ്പിറസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സംവിധാനത്തിൽ, നമ്മുടെ സെറ്റപ്പിൽ CBI ആണ് ക്രിമിനൽ കോൺസ്പിറസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. CBI ആണ് ക്രിമിനൽ കോൺസ്പിറസിനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. മണി ലോണ്ടറിംഗ് എന്ന ഒരു നാരോ ഏരിയ, ഒരു വ്യക്തമായ ഒരു ഏരിയ ED പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അത് മൾട്ടി ലൊക്കേഷൻ, തമിഴ്നാട്ടിൽ എന്ത് നടന്നു, കർണാടകയിൽ എന്ത് ചെയ്തു, കേരളത്തിൽ ആര് എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ കറപ്ഷൻ എവിടെയായിരുന്നു, ഇതെല്ലാം അന്വേഷിക്കാൻ EDക്ക് പവറില്ല. പവർ ഉള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത് CBI-നാണ്. ആ അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് മുഖ്യമന്ത്രി, അദ്ദേഹം അത് അന്വേഷണം റിക്വസ്റ്റ് ചെയ്യാൻ മടി അദ്ദേഹത്തിന് ഉണ്ട്. ഇതുവരെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ കടക്ക് പുറത്ത് എന്ന മുദ്രാവാക്യത്തെ കുറിച്ച് താങ്കൾ ഇപ്പോൾ അനുകൂലിച്ച് പറഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ആ മുദ്രാവാക്യം പിണറായി വിജയനെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ശരിയാണ് എന്നാണ് അഭിപ്രായം? അല്ല, ഇതിൽ ആർക്കും സംശയമില്ലല്ലോ. പിണറായി വിജയനും CPM സർക്കാർ പുറത്തു പോകണം. പക്ഷേ അതിൻ്റെ ഒപ്പം ഇതുവരെ 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടീൻ്റെ മൗനവും നമ്മൾ മറക്കാൻ പാടില്ല. ഈ 2 പാർട്ടിയും, കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി ആവുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല? കാരണം അവർ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നു, പിന്തുണ കൊടുക്കുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് ഈ 10 കൊല്ലം. അപ്പം ഞങ്ങൾ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞത് കറക്റ്റാണ്. കടക്ക് പുറത്ത് ഈ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം വരണം. ആ കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ കോൺഗ്രസും പുറത്തു പോകണം, CPM കടക്ക് പോകണം. കാരണം ഇവർ രണ്ടും രാഷ്ട്രീയ ഇരട്ടകളാണ്. ഇതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല, ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് BJP സമര പരിപാടികൾ, സർക്കാരിന്റെ നയം വ്യക്തമാക്കുന്നത് BJP സംസ്ഥാന സമര പരിപാടികൾ ആഹ്വാനം, എന്താണ് സമര പരിപാടി? അല്ല, അത് നടക്കുമ്പോൾ നിങ്ങൾ കാണും. ഇന്നിനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇന്ന് ഏറെ റെസ്പോൺസിബിലിറ്റി പറയാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും ജനങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ പറയുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, സത്യമായി പുറത്തു വരുന്നു. 2018 ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇത് ഞങ്ങൾ വിശ്വാസികളെ ദ്രോഹിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാം, മാർച്ചിൽ അവർ ആ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ
അവരുടെ നിലപാട് ഇന്ന് എന്താണെന്ന് അവർ കൃത്യമായി പറയട്ടെ. ഞങ്ങൾ അന്ന് പറഞ്ഞു, ജയിലിൽ പോയി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കം എത്രയോ പേരിനെതിരെ കേസുണ്ട്, ഓരോ രാജഗോപാൽജീൻ്റെ എതിരെ കേസുണ്ട്, ഇന്നും കേസുണ്ട്. അങ്ങനെ അയ്യപ്പ സംഗമം പന്തളത്തിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ സർക്കാർ ഈ കേസൊന്നും പിൻവലിക്കുന്നില്ല? ഈ ഇരട്ടത്താപ്പിൻ്റെ സമയം കഴിഞ്ഞു. ഈ ജനങ്ങളെ വെട്ടിയാക്കുന്ന രാഷ്ട്രീയം CPM-ഉം കോൺഗ്രസ് ചെയ്യുന്ന കാലങ്ങൾ കഴിഞ്ഞു എന്ന് എനിക്ക് കൃത്യമായി പറയാൻ, ഒരു ഏറെ ശക്തിയോട് പറയാൻ എനിക്ക് കഴിയും ഇന്ന്. ഇത് ഈ ഇരട്ടത്താപ്പും ഈ ഒരു സമയത്ത് ഒന്ന് ചെയ്യുക, പിന്നെ ഇലക്ഷന് മുമ്പ് മറ്റേതെന്തെങ്കിലും പറയുക, പിന്നെ ഇലക്ഷന് 2 ദിവസം മുമ്പ് കോർട്ടിൽ പോയി വേറെ എന്തെങ്കിലും പറയാം. ഇതിൻ്റെ എല്ലാ കാലങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി പറയാം. അത് പറഞ്ഞ് ജനങ്ങളെ വിശ്വാസികളുടെ വിശ്വാസം നേടുക, അല്ലെങ്കിൽ വിടുക. സർക്കാർ നിലപാട് മാറ്റിയാൽ BJP അതിനെ പിന്തുണയ്ക്കുക. ഞങ്ങളുടെ നിലപാടല്ല, അവരുടെ നിലപാടല്ല ഞങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നിലപാട് സർക്കാർ പിന്തുണയ്ക്കണം. ഞങ്ങൾ 2018 മുതൽ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിലുള്ളത്. അവർ തീരുമാനിക്കണം BJP NDAൻ്റെ നിലപാടാണോ അവർ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടാണോ. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യമാണ്, സംസ്കാരം നിങ്ങൾ തുടരുത്, അമ്പലങ്ങൾ നിങ്ങൾ കയറി ദ്രോഹിക്കരുത്. അത് അന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഈ കൊള്ള നടന്നത്. ഇത് എന്നിട്ട് ഗോവിന്ദൻ മാഷ് ഇന്ന് പറയുമ്പോൾ എന്താണ് ഇവർ വിചാരിക്കുന്നത്? നമ്മളെല്ലാം വിഡ്ഢികളാണെന്നോ? ശബരിമല ഇഷ്യൂ കഴിഞ്ഞു എന്നോ? എവിടെ കഴിഞ്ഞു? എങ്ങനെ കഴിഞ്ഞു? അത് വേഗം വരും. കേരളത്തിനെതിരെ വിദ്വേഷം വരുത്തുന്ന കേരള ഫൈൽസിനെതിരെ വ്യാപക വിമർശനമാണ് വരുന്നത്. കേരളത്തിൽ ആരെങ്കിലും നിർബന്ധിച്ച് എന്തോന്നു? കേരളത്തിൽ ആരെങ്കിലും നിർബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അല്ല, നോക്കൂ, ഞാനൊരു കാര്യം പറട്ടെ. ഈ ലവ് ജിഹാദ് ഒരു ഫിക്ഷൻ ഒന്നുമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അത് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ്. ഈ മുഖ്യമന്ത്രിനെ കുറിച്ച് എനിക്ക് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ഹമാസ് വന്ന് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ വരുമ്പോൾ അത് അദ്ദേഹം ഫ്രീഡം ഓഫ് സ്പീച്ചായും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനായിട്ട് പിന്തുണ കൊടുക്കുന്നു. മറ്റൊരാരെങ്കിലും ഈ ലവ് ജിഹാദിനെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കുമ്പോൾ എവിടെ പോയി ആർട്ടിക്കിൾ 19, എവിടെ പോയി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇതെല്ലാം ഒരു സെലക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ? ഭരണഘടന ആണെങ്കിൽ എല്ലാവരും അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഹമാസ് ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വലിയൊരു ഇഷ്യൂ ആണ്. ഇവിടെ നടക്കുന്ന പാർലമെൻറ്റിൻ്റെ പുറത്ത് അവരുടെ MP-മാരെല്ലാം ഫാസിസം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഭരണഘടന എടുത്ത് നടക്കുന്നത് എന്തിനാ? അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ പിക്ചർ ലവ് ജിഹാദിനെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ലേ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. ആരാണ് നിർബന്ധിക്കുന്നത്? അല്ല, അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല ഒരു പിക്ചർ ഉണ്ടാക്കാൻ. അല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അത് കോർട്ട് വഴി ഒരു കേസ് ഫയൽ ചെയ്യൂ. എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടുന്നത്? സെൻസർ ബോർഡില്ലേ, സെൻസർ റിവ്യൂ ബോർഡില്ലേ? അല്ല, ഞാൻ ഹമാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു വർഗീയവാദിയാണെന്ന് ആരെ പറഞ്ഞത്? മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? വർഗീയവാദിയാണെന്നോ മുഖ്യമന്ത്രി? ഇതെല്ലാം ഒരു ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യണമെങ്കിൽ ഒരു പ്രിൻസിപ്പളിലായിട്ട് രാഷ്ട്രീയം ചെയ്യണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു ആൾക്ക്, ഹമാസിൻ്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ലേ? എന്നാൽ പിന്നെ ഇവർക്കില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? ഇതെന്താണ്? അല്ല, നിങ്ങളുടെ വോട്ട് ബാങ്കിൻ്റെ എതിരെ ഒരു പിക്ചർ വന്നാൽ, നിങ്ങൾ വോട്ട് ബാങ്ക് പിടിക്കാൻ നോക്കുന്ന ഒരു പിക്ചർ വന്നാൽ അതൊരു തെറ്റാണ്. പക്ഷേ ഹമാസ് ഇവിടെ വന്ന് ജമാഅത്തെ ഇസ്ലാമി SDPIൻ്റെ പിന്തുണ എടുത്ത് എലക്ഷൻ ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. കാരണം അത് ഞങ്ങൾ വർഗീയവാദിയാവും പറഞ്ഞാൽ. ഈ ഇരട്ടത്താപ്പ് ഞാൻ സമ്മതിക്കില്ല, BJP NDA സമ്മതിക്കില്ല. ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. ഞാൻ മാധ്യമ സുഹൃത്തോട് പറഞ്ഞു, ഇക്കോണമിയാണോ വർഗീയവാദിയാണോ മതേതരത്വമാണോ, ഞങ്ങൾ ഓരോരോ ഇഷ്യൂ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയൂ,
ഇറങ്ങി വരാൻ. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ വർഗീയവാദി, ആരാണ് ശരിക്കും ഭരണഘടനാ പ്രകാരം എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒരു കാര്യം, ഇപ്പൊ എമ്പുരാൻ സിനിമ അങ്ങ് ബഹിഷ്കരിച്ച ഒരു വ്യക്തിയാണ്. ആര്? പല എമ്പുരാൻ സിനിമ ആര് ബഹിഷ്കരിച്ചു? അങ്ങ് കാണില്ല എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. നോക്കെ ഇത് നോക്കെ, അത് എൻ്റെ പേഴ്സണൽ ചോയ്സ്. ബഹിഷ്കരിച്ചു എന്ന് ഞാൻ അത് നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. അല്ല, എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പറയും കാണില്ല എന്ന് തീരുമാനിച്ചു. അതെന്തുകൊണ്ടായിരുന്നു? എനിക്കിഷ്ടമല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അങ്ങ് കാണില്ല. അല്ലല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അങ്ങനെ പാരഫ്രൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആ പിക്ചർ, ഞാൻ ചിലവർ എന്നോട് പറഞ്ഞു അതിൽ ഡെപ്പിക്റ്റ് ചെയ്തത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കാണില്ല. എനിക്ക് മോഹൻലാൽ വളരെ ബഹുമാനം ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചർ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാണ്, എമ്പുരാനെ പറഞ്ഞല്ല ഞാൻ ഓൾ ദ ബെസ്റ്റ്. പക്ഷേ എൻ്റെ ഒരു അവകാശമാണ് കാണാൻ പിച്ച്. എനിക്ക് കാണണമെങ്കിൽ ഞാൻ കാണില്ല. അത് മുഖ്യമന്ത്രി അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ പോയി കാണുന്നു, നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കാണില്ല. കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരുടെ അവകാശം. നിങ്ങളാരാണ് തീരുമാനിക്കേണ്ടത് ഏത് പിക്ചർ ഞാൻ കാണണം, ഏത് പിക്ചർ ഞാൻ കാണാൻ പാടില്ലത്? മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ആരാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി സോൺ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കണം. മുഖ്യമന്ത്രിക്ക് ഒരു പവറും ഇല്ല തീരുമാനിക്കാൻ ഞാൻ ഏത് പിക്ചർ കാണണം, ഏത് പിക്ചർ കാണണ്ടെന്ന്. അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്. എനിക്ക് അവകാശമുണ്ട്. ആ പിക്ചർ കാണണമെങ്കിൽ എനിക്ക് കാണണം, ആ പിക്ചർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അത് മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇതിൽ ചാടിക്കയറി ഓടി വരുന്നത്? ആരാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി നിങ്ങളുടെ 10 കൊല്ലം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കൊടുത്തൊരു അവസരം അതിനെക്കുറിച്ചൊന്നും ചെയ്യില്ല. ഗാസ, കേരള സ്റ്റോറി, ഇതാണോ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഡോക്ടർമാരെ സമരം ചെയ്യുന്നു? അതിനെക്കുറിച്ച് എന്താ മുഖ്യമന്ത്രി ഒന്നും പറയാത്തത്? സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലല്ലേ? അതെ, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട, മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. അത് കോർട്സ് ഉണ്ട്, ലോ ഉണ്ട്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൊണ്ട് എൻ്റെ തലയിൽ കയറ്റണ്ട. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ അവകാശം ഞങ്ങളുടെ സിസ്റ്റമിലുണ്ട്. ഓക്കെ, അത് എന്നോട് പറഞ്ഞോളൂ. എനിക്കൊരു അവകാശമുണ്ട് എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറയാം. അതാണ് സിസ്റ്റം. നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്കൊരു ലാസ്റ്റ് വേർഡോ, മുഖ്യമന്ത്രി ഞാനൊരു സമുദായത്തിൻ്റെ ഒരു കസ്റ്റോഡിയനാണോ, അവരെ സംരക്ഷിക്കാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ഈ നാടകം നിർത്തൂ. ഇതൊന്നും ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയൂ. മറ്റേ ഓരോരോ റോൾ പ്ലേയിങ്ങും നാടകവും, ഞാൻ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സമുദായത്തിൻ്റെ ഭിന്നത ഞാൻ അത് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഇരട്ടത്താപ്പും നിങ്ങളുടെ SDP-ൻ്റെ ഒപ്പം രാഷ്ട്രീയവും നിങ്ങൾ ജമാഅത്തിന് ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ആ നാടകം ഇനിയിപ്പോൾ ആവശ്യമില്ല. ഇനി മുമ്പോട്ട് പോകുമ്പോൾ വികസിത കേരളം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ പറയുന്നത്? ലവ് ജിഹാദ് ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് അവരുടെ അവകാശമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും വറി ചെയ്യാനും. അത് ഉണ്ടോ ഇല്ലയോ, അതിനെക്കുറിച്ച് ക്രിമിനൽ പീനൽ കോഡിൽ ഒരു പ്രാവധാനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കതിനെ ചർച്ച ചെയ്യാം. പക്ഷെ ചില കുടുംബങ്ങൾക്ക് അതൊരു ഫീലിംഗ് ആണെങ്കിൽ നമ്മളാരാണ് അത് നിങ്ങളത് ആലോചിക്കാൻ പാടില്ല എന്ന് പറയാൻ? അല്ല, ഞാൻ എന്നോട് വന്നിട്ട് കുടുംബങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന്. അവരങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? എല്ലാം അങ്ങനെ ഇല്ലാന്നാ പറഞ്ഞത്. അവരെ കുടുംബങ്ങൾ എന്നോട് വന്ന് പറയുമ്പോൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ വന്ന് പോയി കാണുമ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? ഇല്ലാന്നോ? നിങ്ങൾ 2 മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് വന്ന് പറയുന്നു ഇതില്ല, നിങ്ങൾ ഇമാജിൻ ചെയ്യാണ്, നിങ്ങൾ അത് ആലോചിക്കാൻ പാടില്ലെന്നോ? ഇതെന്താണ് നിങ്ങൾ പറയുന്നത്? എല്ലാവരും അവകാശമുണ്ട്. അവർ വറി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ ഒരു അവകാശമുണ്ട്. ചെയ്യട്ടെ. നമ്മളെന്തിനാ പേടിക്കുന്നത്? എന്തുകൊണ്ട് പേടിച്ച് ഓടുന്നു? ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം.
ചർച്ച ചെയ്തിട്ട് അതിന് പരിഹരിക്കണം, അല്ലെങ്കിൽ അത് ആ ഇഷ്യൂ അല്ലാന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരാൾ അത് പറഞ്ഞ ഉടനെ വർഗീയവാദിയാണ്, ഹമാസ് വന്നു ഓ വർഗീയവാദിയാണ്, ലവ് ജിഹാദ് ഓ നിങ്ങൾ വർഗീയവാദിയാണ്. ഇത് എന്ത് കുന്താണെന്ന്, എന്ത് നോൺസെൻസ് അത്. ചർച്ച ചെയ്യാൻ പേടി, എന്തിനാ പേടി? ലവ് ജിഹാദ് ചിലവർ പറയുമ്പോൾ ഓക്കെ അത് ചർച്ച ചെയ്യാം. അത് ഇല്ലയെന്ന് അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ അത് ഇല്ലയെന്ന് മുമ്പോട്ട് വയ്ക്കാൻ ധൈര്യം ഉണ്ടാവണം. പക്ഷെ ചർച്ച ചെയ്ത ഉടനെ അല്ലല്ലോ പറഞ്ഞ ആള് ഭിന്നത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ല വർഗീയവാദിയാണ്. ഇതെല്ലാം നോക്കൂ, ഈ നാടകമെല്ലാം എത്ര കൊല്ലം ജനങ്ങളെ മനസ്സിൽ വെച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയം കേരളത്തിൽ ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. അത് കോൺഗ്രസ് പാർട്ടിയാണോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണോ, BJP NDA, ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ഏത് ഇഷ്യൂ ആണെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അത് ലവ് ജിഹാദോ, ഹമാസോ, ജമാഅത്തോ, വികസനമോ, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാത്ത കാശാണോ, എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ചർച്ച ചെയ്യണം, ധൈര്യമായിട്ട് മുമ്പോട്ട് വന്ന് അതിനെ ഡിബേറ്റ് ചെയ്യണം. പേടിച്ച് ഓരോരോ സൗണ്ട് ബൈറ്റും പോസ്റ്റ് ഇട്ട് ഓടുകയല്ല അവർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. സമസ്ത പ്രസിഡന്റിലേക്കാണ് ഏതെങ്കിലും അനുമതി തേടുകയും ക്ഷണിക്കുകയും ചെയ്യും. അത് തന്നെയാണ്. താങ്കൾ അങ്ങനെ അനുമതി തേടുകയും ഞാൻ പോയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവന് ഇൻവൈറ്റ് ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അവർ വന്ന് എല്ലാവരെയും കാണുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായി പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിമിനെ ഔട്ട്റീച്ചും ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ചും ചെയ്യുന്നുണ്ട്, ഹിന്ദു സമുദായത്തിന് ഔട്ട്റീച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വികസന മെസ്സേജ് ഞങ്ങൾ എല്ലാ വീട്ടിലും കയറ്റും, എല്ലാ വീട്ടിലും പോയി പറയും. ഞങ്ങളുടെ അഭിപ്രായവും ഞങ്ങളുടെ കാഴ്ചപ്പാട് കേരളത്തിൻ്റെ വേണ്ടി, കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി, യുവകൾക്ക് വേണ്ടി ഞങ്ങളുടെ കാഴ്ചപ്പാട് കൃത്യമായ എല്ലാ വീട്ടിലും പോയി പറയുന്നുണ്ട്, ഇനിയും പറയും. ചിത്രങ്ങളെ കാണാൻ അനുമതി തേടിയിരുന്നു അത് എന്നോട് ആരാണ് കാണാൻ അനുമതി തേടിയിരുന്നു? ഇല്ല, ഞാൻ ചോദിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, അതിന്റെ പുരോഗതി എന്തായി? നിലവിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ഷനോ? ഇലക്ഷൻ ജനുവരി ലാസ്റ്റ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുന്നതാണ്. ജനുവരി ലാസ്റ്റോ? അതിന് കഴിഞ്ഞ പ്രശ്നത്തിൽ തന്നെ പറഞ്ഞു. ജനുവരി ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല. എന്താണ് അതിന്റെ പുരോഗതി? അല്ലല്ല, പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻറ്റേർണൽ ഒരു പ്രോസസ്സ് ഉണ്ട്. ജില്ലയിൽ നിന്നും അസംബ്ലി സെഗ്മെൻറ്റ് ടീം അവരുടെ അഭിപ്രായം പറയും. സെൻട്രൽ പാർട്ടി ഇരുന്ന് സ്റ്റേറ്റ് പാർട്ടി ഇരുന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും. അത് സെൻട്രലിലേക്ക് അയക്കും. സെൻട്രൽ പാർലമെൻ്ററി ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും നടക്കുന്ന അതേ രീതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തുടങ്ങിയല്ലോ. ഇലക്ഷൻ കമ്മിറ്റി അന്ന് കണ്ടല്ലോ, അന്ന് മീറ്റ് ചെയ്തല്ലോ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ ആരെല്ലാം കാൻഡിഡേറ്റ് ആവാൻ പോകുന്നു. അപ്പോൾ താങ്കൾ നിയമത്തിൽ മത്സരിക്കുമെന്ന് താങ്കൾ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ആദ്യം തന്നെ പട്ടിക പുറത്തിറക്കാനുള്ള എല്ലാ പദ്ധതിയും നടക്കിലാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ BJP ആണ് സാധാരണ പ്രഖ്യാപിക്കാറ്. ഈ തവണ എന്താണ് ഞാൻ ഇരുന്നു പോകുന്നത്? ഞാൻ ആദ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രോസസ്സ് ഞാൻ ഫോളോ ചെയ്യുന്നു. ഞങ്ങളുടെ പ്രോസസ്സ് ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടി എപ്പോൾ പ്രഖ്യാപിക്കുന്നു, CPM ആര് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അത് നോക്കിയിട്ടല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആരാണ് നോക്കൂ, ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് എന്താ, ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ പങ്കെടുക്കാനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും പൊളിറ്റിക്കൽ സ്പെക്ട്രമിന് ഏത് ഭാഗത്ത് ആണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നു. അതുകൊണ്ട് നമുക്ക് MLA ആയ ex-MLA ആയ രാജേന്ദ്രൻ ജി വന്നു ദേവികുളത്തിൽ മത്സരിക്കും. അതെല്ലാം അങ്ങനെ നടക്കും. അങ്ങനെ പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ സമയമുണ്ടാവുമോ? നോക്കൂ, ഞാൻ കാരണം പറട്ടെ, ഞങ്ങൾ അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷനും, ഞാൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ ഇങ്ങനെ ജയിക്കില്ല അതൊന്നും പറയുന്ന ആളല്ല. ഞങ്ങൾ ഈ ഇലക്ഷൻ മത്സരിക്കാൻ മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ടോക്കൺ ഫൈറ്റ് ആയിട്ട് ഞങ്ങൾ മത്സരിക്കില്ല. 140 അല്ലെങ്കിൽ ഒരു മെജോറിറ്റി അതിൻ്റെ അടുത്ത് ഞങ്ങൾ നന്നായി മത്സരിക്കും. കൃത്യമായി കാൻഡിഡേറ്റ്, കമ്പറ്റീറ്റീവ് കാൻഡിഡേറ്റ്സ്, ജനകീയ കാൻഡിഡേറ്റ്, ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന കാൻഡിഡേറ്റ്സ് മത്സരിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അത് ആ കാൻഡിഡേറ്റ്സ് BJP-ന്ന് വന്ന കാൻഡിഡേറ്റ്സും ആവും, പുറത്തുനിന്ന് വന്ന കാൻഡിഡേറ്റ്സും BJP-യിൽ ചേർന്ന കാൻഡിഡേറ്റ്സും ആവും. പിന്നെ NDA ഘടകകക്ഷി, NFP, നാഷണൽ ഫാമേഴ്സ് പാർട്ടി,
നാഷണൽ പീപ്പിൾസ് പാർട്ടി 2020 BDJs അവരെ കാൻഡിഡേറ്റ്സും ആ ലിസ്റ്റിലുണ്ടാവും എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഈ ബാറുകളുടെ സമയത്തിന്റെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ കൂടെ അറിവോടെയാണ് ഇത് സമയക്രമം കൂട്ടിയത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഈ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെ ആക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയും CPM-ഉം ഒരുമിച്ചാണ് ചെയ്തത്. ഇതല്ല എൻ്റെ മെയിൻ പോയിന്റ്. പ്രതിപക്ഷ പാർട്ടി കഴിഞ്ഞ 10 കൊല്ലം അവർ തന്നെ, ഞാൻ പഠിച്ച് വായിച്ച് പറയുകയാണ്, അസംബ്ലിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും 100% CPM-ന് പിന്തുണ കൊടുത്ത് നടക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 10 കൊല്ലം. അത് ഇന്നും ചെയ്യുന്നു.